രാമനെ ബി.ജെ.പിയിൽ നിന്ന് മുക്തനാക്കുക എന്ന ലക്ഷ്യത്തോടെ രാമരക്ഷാ പ്രക്ഷോഭം നടത്തുകയാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേന യു.ബി.ടി. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിലാണ് പ്രക്ഷോഭം. ദാദറിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ആരതി ഒഴിഞ്ഞ് ഉദ്ധവും ആദിത്യയും പ്രക്ഷോഭത്തിന് തുടക്കം ഇരിക്കുകയാണ്. ജപവ ഹൃദയത് രാം മുഖാത് ജയ് ശ്രീറാം അഥവാ ഹൃദയത്തിൽ രാമനെന്നും ചുണ്ടിൽ ജയ് ശ്രീറാമെന്നും ജപിക്കുക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇത് കഴിഞ്ഞ 7-8 വർഷത്തിനിടയിലെ ശിവസേന രാഷ്ട്രീയത്തിൽ ഒരു നിർണായക നീക്കമാണ്. 2019 ബി.ജെ.പിയുമായി സഖ്യം പിരിഞ്ഞ ശേഷം ഉദ്ധവ് ഹിന്ദുത്വ രാഷ്ട്രീയ പ്രയോഗത്തിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുകയായിരുന്നു. തൻ്റെ 9 എം.പിമാരിൽ 6 പേർ ഷിൻഡെയുടെ പക്ഷത്തേക്ക് കൂറുമാറിയതിനു പിന്നാലെയാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ വീണ്ടും പുണരാൻ ഉദ്ധവ് ശ്രമിക്കുന്നത്. ഗർവ് സെ കഹോ ഹം ഹിന്ദു ഹേ എന്ന പഴയ ബാൽ താക്കറെ മുദ്രാവാക്യത്തിന് സമാനമാണ് ജപവ ഹൃദയത് രാം മുഖാത് ജയ് ശ്രീറാം എന്ന പുതിയ മുദ്രാവാക്യം. മഹാരാഷ്ട്രയിൽ ഏറെ നാളായി തുടരുന്ന ഹിന്ദുത്വ അവകാശ തർക്കത്തിൻ്റെ ഭാഗം കൂടിയാണിത്. ശരിയായ ഹിന്ദുത്വം പ്രാക്ടീസ് ചെയ്യുന്നതിന് ബി.ജെ.പിക്ക് കഴിയുന്നില്ല എന്നതാണ് ശിവസേന ഹിന്ദുത്വത്തിൻ്റെ വാദം. ശിവസേന നേരിടുന്ന കടുത്ത അസ്തിത്വ പ്രതിസന്ധിയെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ബി.ജെ.പിയുടെ മുസ്ലിം വിരോധം ചൂണ്ടിക്കാട്ടി അത് യഥാർത്ഥ ഹിന്ദുത്വമല്ലെന്ന് ഒരു വശത്ത് വാദിക്കുകയും മറുവശത്ത് അയോധ്യ കർസേവയിൽ ശിവസൈനികർ പങ്കെടുത്തതിൻ്റെ മേനി പറയുകയും ചെയ്യുന്നത് ഈ അസ്തിത്വ പ്രശ്നത്തെയാണ് വെളിവാക്കുന്നത്. ബി.ജെ.പിയുടേത് കോർപ്പറേറ്റ് ഹിന്ദുത്വവും ഫെഡറൽ വിരുദ്ധ ഹിന്ദുത്വവും പ്രാദേശിക സ്വത്വ വിരുദ്ധ ഹിന്ദുത്വവും വോട്ട് ബാങ്ക് ഹിന്ദുത്വവുമെല്ലാമാണ്. ഇതിൽ നിന്നെല്ലാം മുക്തമായ ഹിന്ദുത്വമാണ് ശിവസേനയുടേത് എന്നാണ് ഉദ്ധവിൻ്റെ നിലപാട്. ചുരുക്കത്തിൽ ഉദ്ധവിന് ഹിന്ദുത്വത്തിന് ഒരു പുനർനിർവചനം നൽകണം, അതിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകുകയും വേണം. ഇത് എത്രത്തോളം നടക്കും എന്നതാണ് പ്രശ്നം. 2022 ശിവസേനയുടെ പിളർപ്പ് ഒരു ജാതി പിളർപ്പ് കൂടിയായിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദം ഏക്നാഥ് ഷിൻഡെയുടെ നീക്കത്തിന് പിന്നിൽ ഉണ്ടായിരുന്നെങ്കിലും പിളരാനുള്ള രാഷ്ട്രീയ ശേഷി അദ്ദേഹത്തിന് നൽകിയത് പാർട്ടിയിലെ വരേണ്യ വിഭാഗവും സാധാരണക്കാരുടെ വിഭാഗവും അതിനകം തന്നെ രണ്ടായി മാറിയിരുന്നു എന്ന സാഹചര്യമാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയ വരണ്യരായ കായസ്ഥരും ദരിദ്രരും കാർഷിക വൃത്തിയിൽ ജീവിക്കുന്നവരുമായ മറാത്തകളും തമ്മിലുള്ള ഒരു പിളർപ്പായിരുന്നു യഥാർത്ഥത്തിൽ അത്. ഇന്ത്യയിൽ ആകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരണ്യതാ വിരുദ്ധ രാഷ്ട്രീയം ഇങ്ങനെ പല നിലകളിൽ പ്രത്യക്ഷമാകുന്നതായി കാണാം. ഉത്തരേന്ത്യയിൽ ഈ വരണ്യതാ വിരുദ്ധതയുടെ ഫലം കൊയ്യുന്നത് ബി.ജെ.പിയാണ്. അവരതിന് മനഃപൂർവ്വമായി ശ്രമം നടത്തുന്നുണ്ട്. ജാതി ഹിന്ദുക്കൾക്കൊപ്പം ജാതിക്ക് പുറത്തുള്ള ഹിന്ദുക്കളെയും ഹിന്ദുത്വത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണത്. അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ഇതിനൊരു തെളിവാണ്. പ്രധാനമന്ത്രി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയും അദ്ദേഹം പ്രതിഷ്ഠയെ തൊടുകയും ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എണീറ്റ് നിന്ന് കൈയടിക്കണോ എന്നാണ് ജോഷി മഠത്തിലെ ജ്യോതിർപീഠ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ അന്ന് ചോദിച്ചത്. ആഗമശാസ്ത്ര പ്രയോക്താക്കളായി ബി.ജെ.പിയെ പരിവർത്തിപ്പിക്കുന്നതിൽ RSS നേടിയ വിജയമാണ് യഥാർത്ഥത്തിൽ അവരുടെ വളർച്ചയുടെ ആധാരം. OBC വിഭാഗക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠയിൽ തുടരുത് എന്ന് വൈദിക ബ്രാഹ്മണ്യം പറയുന്നു, തൊടുമെന്ന് ബി.ജെ.പി പറയുന്നു. ഇത് ജാതിബാഹ്യ ഹിന്ദുക്കളായ സാമാന്യ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന വൈകാരികത സവിശേഷമാണ്. കോൺഗ്രസും ശിവസേനയും മുതൽ ഇടതു പാർട്ടികൾ വരെയുള്ള കക്ഷികളിലെ ഭദ്രലോക വിഭാഗങ്ങളുടെ ആധിപത്യത്തെ ബി.ജെ.പി നേരിട്ട് ചോദ്യം ചെയ്യുന്നില്ല. അത് അവർക്കിടയിലും കാണുന്ന പ്രശ്നമാണല്ലോ. പകരം ആഗമശാസ്ത്ര പ്രയോഗത്തിലൂടെ അവർ സാമാന്യ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ആഗമമായാലും വൈദികമായാലും രണ്ടും ബ്രാഹ്മണ്യം തന്നെയാകാം. എന്നാൽ ആഗമശാസ്ത്രത്തിന് മറ്റൊരു പ്രതിച്ഛായ നിലവിലുണ്ട്. ആ പ്രതിച്ഛായയുടെ സമർത്ഥമായ ഉപയോഗമാണ് ബി.ജെ.പി നടത്തുന്നത്. വരണ്യതാ വിരുദ്ധവും സവർണതാ വിരുദ്ധവുമായ രാഷ്ട്രീയത്തെ ബി.ജെ.പി ഈ വഴിയിലൂടെ സ്വാംശീകരിക്കുന്നു. കായസ്ഥ ജാതിക്കാരും മറാത്ത ജാതിക്കാരും ഒരുമിച്ച് നിന്ന് ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തതായിരുന്നു ശിവസേനയുടെ കരുത്ത്. കേരളത്തിൽ മധ്യകാലത്ത് ശുകപുരം ഗ്രാമക്കാരും പന്നിയൂർ ഗ്രാമക്കാരും തമ്മിലുണ്ടായിരുന്നതുപോലത്തെ ഒരു തർക്കം ബ്രാഹ്മണരുമായി മറാത്തകൾക്കും കായസ്ഥർക്കും ഉണ്ടായിരുന്നു. വേദോച്ചാരണത്തിന് ഈ രണ്ട് വിഭാഗങ്ങൾക്ക് അനുമതിയില്ലെന്ന് ബ്രാഹ്മണർ കരുതി. ബ്രാഹ്മണ സഹായത്തോടെ ഭരണം നടത്തിയ ബ്രിട്ടീഷു കാലത്ത് അവർക്ക് സ്ഥാപിച്ചെടുക്കാനും കഴിഞ്ഞു. എന്നാൽ ആധുനികമായ റിപ്പബ്ലിക് രൂപീകരിക്കപ്പെടുകയും അതുവഴി ബ്രാഹ്മണാധിപത്യത്തിന് ഇടിവ് സംഭവിക്കുകയും ചെയ്തതോടെ മറാത്തകളും കായസ്ഥരും അടക്കമുള്ള അതൃപ്തർ സംഘടിച്ചു. മറാത്ത പ്രാദേശികവാദമായിരുന്നു പ്രധാന പ്രത്യയശാസ്ത്രം. തൻ്റെ പിതാവായ പ്രബോധൻകർ കേശവ് സീതാറാം താക്കറെയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് 1966 ബാൽ താക്കറെ ശിവസേന സ്ഥാപിക്കുമ്പോൾ അതിൽ ഹിന്ദുത്വം എന്ന ആശയത്തിന് പ്രാധാന്യമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ദേശീയ കാഴ്ചപ്പാടെന്ന നിലയിൽ ഹിന്ദുത്വത്തിന് എതിരുമായിരുന്നു.
1966 മുതൽ 87 വരെയുള്ള കാലയളവിൽ ഈ നിലപാടിൽ തുടർന്നു. മറാത്തി സംസാരിക്കുന്ന മനുഷ്യരെല്ലാം ശിവസേനയുടെ ലക്ഷ്യമായി. എന്നാൽ മുംബൈക്കപ്പുറത്തേക്കുള്ള വളർച്ചയ്ക്കായി ശിവസേന ശ്രമം തുടങ്ങിയപ്പോൾ ഈ ആശയഗതിയിൽ മാറ്റം വന്നു. മറാത്ത പ്രശ്നം മുംബൈ നഗരത്തിൽ പ്രവർത്തിക്കുന്ന പോലെ മറ്റിടങ്ങളിൽ പ്രവർത്തിച്ചു വരില്ലെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. ബാൽ താക്കറെ ഹിന്ദുത്വത്തെ ശിവസേനയുടെ പ്രത്യയശാസ്ത്രമായി പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ്. തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയിലുടനീളം വിജയം കൊയ്യാൻ ശിവസേനയ്ക്ക് ഈ ആശയപരമായ മാറ്റം സഹായകമായി. 2012 ബാൽ താക്കറെയുടെ മരണശേഷം പാർട്ടി പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർന്ന ഉദ്ധവ് താക്കറെ പാർട്ടിയെ മറ്റൊരു വഴിയിലേക്ക് നയിക്കുന്നതാണ് കണ്ടത്. അക്കാലത്ത് ഉയർന്നു വന്ന ഏറ്റവും പോപ്പുലിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് അദ്ദേഹം മുഖം തിരിച്ചു. BJPയുടെ ഹിന്ദുത്വത്തെ അദ്ദേഹം അംഗീകരിച്ചില്ല. തൻ്റെ പിതാവായ ബാൽ താക്കറെയുടെ ഹിന്ദുത്വ സമീപനത്തോടും ഉദ്ധവിന് അത്ര താല്പര്യമുണ്ടായില്ല. അദ്ദേഹം തൻ്റെ മുത്തച്ഛനായ പ്രബോധൻകർ താക്കറെയുടെ ഹിന്ദുത്വ സമീപനത്തിൻ്റെ സുവിശേഷകനായി മാറി. മഹാരാഷ്ട്രയിൽ നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ അഗ്രസീവ് ഹിന്ദുത്വത്തിന് തടയിടുക എന്ന ഭാരിച്ച ദൗത്യവും ഉദ്ധവിൽ വന്നു. ഇതിന് അദ്ദേഹം കണ്ട വഴി താരതമ്യേന മൃദുവായ ഹിന്ദുത്വത്തിൻ്റേതായിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹിന്ദുമതം എന്ന മുത്തച്ഛൻ്റെ സിദ്ധാന്തത്തിലേക്ക് ഉദ്ധവ് പതുക്കെ നീങ്ങുന്നതാണ് കണ്ടത്. ഈ രാഷ്ട്രീയ സന്ദർഭത്തെ തിരിച്ചറിഞ്ഞ് മുതലെടുക്കാൻ സാധിച്ചത് ഷിൻഡെക്കാണ്. കോൺഗ്രസിനും NCPക്കും കീഴടങ്ങിയതിലൂടെ ശിവസേനയുടെ താക്കറെ ബ്രാൻഡ് ഹിന്ദുത്വത്തെ വഞ്ചിച്ചുവെന്ന ഷിൻഡെയുടെ നിലപാടിന് വൻ സ്വീകാര്യത ലഭിച്ചു. ശിവസേനയെ BJP ബ്രാൻഡ് ഹിന്ദുത്വത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ ഏകനാഥ് ഷിൻഡെക്ക് ഇത് വഴിയൊരുക്കി. താക്കറെയുടെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ശിവസേനയിൽ മറ്റൊരു അഗ്രസീവ് ജനകീയ ശൈലിയുടെ ഉടമയായിരുന്ന ആനന്ദ് ദിഖയുടെ പിൻഗാമി എന്ന നിലയിൽ ഷിൻഡെ പുതിയ വഴി സൃഷ്ടിച്ചു. ശിവസേനയിൽ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്ത് ഉണ്ടായ മാറ്റങ്ങളെ രണ്ടു തരത്തിൽ കാണാം. ഒന്ന്, BJPയുടെ നേതൃത്വത്തിൽ ദേശീയ ഹിന്ദുത്വ സമീപനം ശക്തിപ്പെട്ടു എന്നതാണ്. അത് ശിവസേനയെ വരെ വിഴുങ്ങുന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ടിരുന്നു. രണ്ട്, ഒരു കാലത്ത് തീവ്ര ഹിന്ദുത്വത്തിൻ്റെ പാതയിലായിരുന്ന ശിവസേനയിൽ പോലും ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയത്തിന് ഇടം ലഭിച്ചു. ആ ധാരയ്ക്ക് വലിയ കരുത്തുണ്ടായി. എന്തായാലും ഉദ്ധവിൻ്റെ പുതിയ തന്ത്രം എത്രത്തോളം ഫലം കൊണ്ടുവരും എന്നത് ഇപ്പോൾ അനിശ്ചിതമാണ്. മഹാവികാസ് അഘാഡിയിലെ സഖ്യകക്ഷികളെ വ്രണപ്പെടുത്താതെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന ഒരു സർക്കസിനാണ് ഉദ്ധവ് തയ്യാറെടുത്തിരിക്കുന്നത് എന്ന് പറയാം.